ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 137 ദിവസം. ദാവീദ് ജെറൂസലേമിലേക്ക് മടങ്ങുന്നു. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 19-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 24-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 38 എന്നിവ വായിക്കുന്നു. ദാവീദ് തൻ്റെ മകനായ അബ്സലോമിൻ്റെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് കൊട്ടാരത്തിലേക്ക് തിരികെ എത്തിച്ചേരുന്നതും ദാവീദിനെ സഹായിച്ചവരും ദ്രോഹിച്ചവരും അവരുടെ പ്രതിനിധികളായി ചിലർ ദാവീദിൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്നതും ഇന്ന് നമ്മൾ വായിക്കുന്നു. ചെറുതും വലുതുമായി മനുഷ്യർ ചെയ്ത ഉപകാരങ്ങളെ ഒരിക്കലും മറക്കാതിരിക്കാനും ആരെയും നിസ്സാരരായി കാണാതിരിക്കാനുമുള്ള കണ്ണിൻ്റെ കാഴ്ച ഞങ്ങൾക്ക് തരണമേ എന്നും, ഭിന്നതയും കലഹങ്ങളും എടുത്തുമാറ്റി ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുവാൻ ഈ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 19-ാം അധ്യായം. ദാവീദ് ജെറൂസലേമിലേക്ക് മടങ്ങുന്നു. രാജാവ് വികാരാധീനനായി പടിവാതിൽ മേൽപ്പുരയിൽ കയറിക്കഴിഞ്ഞു. അവൻ നടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ. അബ്സലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ. ഇതാ അബ്സലോമിനെക്കുറിച്ച് രാജാവ് കരയുകയും വിലാപമാചരിക്കുകയും ചെയ്യുന്നു എന്ന് യോവാബിന് വാർത്ത ലഭിച്ചു. രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്ന് ആ ദിനം ജനം കേട്ടു. തന്മൂലം അന്നത്തെ ജയം ജനത്തിന് വിലാപമായി തീർന്നു. യുദ്ധത്തിൽ അപമാനിതരായ ജനം തോറ്റോടുമ്പോൾ പതുങ്ങിക്കയറുന്നതുപോലെ അന്ന് ജനം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ പതുങ്ങി. രാജാവ് മുഖം മറച്ചിരുന്നു. എന്നിട്ട് എൻ്റെ മകനെ അബ്സലോമേ, അബ്സലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്ന് രാജാവ് ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ രാജാവിൻ്റെ അടുക്കൽ വസതിയിൽ ചെന്ന് യോവാബ് പറഞ്ഞു: ഇന്ന് നിൻ്റെ ജീവനും നിൻ്റെ പുത്രീപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവനും പരിരക്ഷിച്ച നിൻ്റെ സകല ദാസന്മാരുടെയും മുഖം നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. നിന്നെ ദ്വേഷിക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ടും നിന്നെ സ്നേഹിക്കുന്നവരെ ദ്വേഷിച്ചുകൊണ്ടും നീ ഇന്ന് തീർച്ചയായും പ്രകടിപ്പിച്ചിരിക്കുന്നത് നിൻ്റെ പടത്തലവന്മാരും ദാസന്മാരും നിനക്കൊന്നുമല്ലെന്നാണ്. അബ്സലോം ജീവനുള്ളവനും ഞങ്ങളെല്ലാവരും ഇന്ന് മൃതരും ആകുകയായിരുന്നു. നിൻ്റെ ദൃഷ്ടികളിൽ ശരിയെന്ന് ഇന്ന് ഞാൻ തീർച്ചയായും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദയവായി എഴുന്നേറ്റ് പുറത്തു ചെന്ന് നിൻ്റെ ദാസന്മാരോട് ഹൃദ്യമായി സംസാരിക്കുക. മറിച്ച് നീ പുറത്തു ചെല്ലുന്നില്ലെങ്കിൽ ഒരുവനും നിന്നോടൊപ്പം രാത്രി ചെലവഴിക്കില്ലെന്ന് കർത്താവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. നിൻ്റെ യൗവനം മുതൽ ഇപ്പോൾ വരെ നിൻ്റെ മേൽ വന്നു ഭവിച്ചിട്ടുള്ള സകല തിന്മയും കാൾ നിനക്ക് അത് ദോഷകരമായിരിക്കും. രാജാവ് എഴുന്നേറ്റ് കവാടത്തിങ്കൽ ഇരുന്നു. ഇതാ രാജാവ് കവാടത്തിങ്കൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് ജനം മുഴുവനും വാർത്ത ലഭിച്ചു. ജനം മുഴുവൻ രാജാവിൻ്റെ മുമ്പിൽ വന്നു. ഒരു ഇസ്രായേൽക്കാരനും അവനവൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയിരുന്നു. ഓരോ ഇസ്രായേൽക്കാരനും അവനവൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിലെല്ലാം ജനം മുഴുവൻ ഇപ്രകാരം തർക്കിക്കുന്നുണ്ടായിരുന്നു: രാജാവ് നമ്മെ ശത്രുക്കളുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ചു, ഫിലിസ്തീയക്കാരുടെ പിടിയിൽ നിന്നും അദ്ദേഹം നമ്മെ വിടുവിച്ചു. ഇപ്പോഴോ അബ്സലോം നിമിത്തം അദ്ദേഹം നാട്ടിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു. നമുക്കായി നാം അഭിഷേകം ചെയ്ത അബ്സലോം യുദ്ധത്തിൽ മൃതനാവുകയും ചെയ്തു. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരാതെ നിങ്ങൾ നിസ്സംഗരായിരിക്കുന്നതെന്ത്? ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിനും
അബിയാഥറിനും സന്ദേശമയച്ചു. യൂദാശ്രേഷ്ഠന്മാരോട് ഇപ്രകാരം പ്രസ്താവിക്കുവാൻ, ഇസ്രായേലിൻ്റെ മുഴുവൻ അഭിപ്രായം രാജാവിൻ്റെ പക്കൽ അവൻ്റെ എത്തിയിരിക്കെ രാജാവിനെ അവൻ്റെ മാളികയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ എന്തിന് പിമ്പരാകണം? നിങ്ങൾ എൻ്റെ ചാർച്ചക്കാരാണ്, എൻ്റെ അസ്ഥിയും മാംസവുമാണ് നിങ്ങൾ. എന്നിട്ട് രാജാവിനെ തിരികെ കൊണ്ടുപോകാൻ എന്തുകൊണ്ട് നിങ്ങൾ പിമ്പന്മാരായിരിക്കുന്നു? അമാസായോട് നിങ്ങൾ പറയുവിൻ, നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലയോ? യോവാബിൻ്റെ സ്ഥാനത്ത് എക്കാലവും നീ എൻ്റെ മുമ്പിൽ സൈന്യാധിപനാകുന്നില്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെയും അതിലധികവും ചെയ്തു കൊള്ളട്ടെ. അങ്ങനെ ഒറ്റ വ്യക്തി എന്ന പോലെ യൂദാ പൗരഗണം മുഴുവൻ്റെയും ഹൃദയം അവൻ സ്വാധീനിച്ചു. അവർ രാജാവിന് സന്ദേശമയച്ചു, നീയും നിൻ്റെ സകല സേവകരും മടങ്ങി വരിക. രാജാവ് മടങ്ങി ജോർദാൻ വരെ വന്നെത്തി. രാജാവിനെ എതിരേൽക്കാൻ പോകുന്നതിന്, അതായത് രാജാവിനെ ജോർദാൻ കടത്തുന്നതിന് യൂദാക്കാർ ഗിൽഗാലിലേക്ക് എത്തി. ബഹൂറുമിൽ നിന്നുള്ള ബെഞ്ചമിൻകാരൻ ഗേറയുടെ മകൻ ഷിമെയി തിടുക്കപ്പെട്ട് ദാവീദ് രാജാവിനെ എതിരേൽക്കാൻ യൂദാ പൗരഗണത്തോടൊപ്പം ഇറങ്ങിത്തിരിച്ചു. അവനോടുകൂടെ ബെഞ്ചമിൽ നിന്ന് 1000 പേർ ഉണ്ടായിരുന്നു. കൂടാതെ അവനോടൊപ്പം സൗൾ ഭവനത്തിൻ്റെ ഭൃത്യൻ സീബായും അവൻ്റെ 15 പുത്രന്മാരും 20 ദാസന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവിന് മുമ്പിലേക്ക് ജോർദാൻ കടന്നെത്തി. രാജാവിൻ്റെ കുടുംബത്തെ ഇക്കരെ കടത്താനും അവൻ കാണുകെ നല്ലത് ചെയ്യാനും ഒരു കടത്തുവള്ളം കരയ്ക്കെടുത്തു. ജോർദാൻ കടക്കാൻ ഒരുങ്ങുമ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ഗേറയുടെ മകൻ ഷിമെയി വീണ് രാജാവിനോട് പറഞ്ഞു, എൻ്റെ യജമാനൻ കുറ്റം എനിക്കെതിരെ പരിഗണിക്കാതിരിക്കട്ടെ. എൻ്റെ യജമാനായ രാജാവ് ജെറൂസലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്തു പോയ തെറ്റ് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും വിധം രാജാവ് അത് ഓർക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ഞാൻ പാപം ചെയ്തെന്ന് അടിയൻ അറിയുന്നു. അതുകൊണ്ട് എൻ്റെ യജമാനായ രാജാവിനെ എതിരേൽക്കാൻ ഇന്ന് ജോസഫിൻ്റെ ഭവനം മുഴുവനും മുമ്പേ ഞാനിതാ വന്നിരിക്കുന്നത്. സെരൂയായുടെ മകൻ അബിഷായി മറുപടിയായി പറഞ്ഞു, ഇതിന് പകരമാണോ ഷിമെയി വധിക്കപ്പെടാതിരിക്കേണ്ടത്? കർത്താവിൻ്റെ അഭിഷിക്തനെ അവൻ ശപിച്ചതാണല്ലോ. ദാവീദ് പറഞ്ഞു, സെരൂയായുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും എന്ത്? നിങ്ങൾ ഇന്ന് എനിക്ക് പ്രതിയോഗിയായി തീരുകയാണല്ലോ. ഇസ്രായേലിൽ ആരെങ്കിലും ഇന്ന് വധിക്കപ്പെടുകയോ? ഞാനിന്ന് ഇസ്രായേലിന് മേൽ രാജാവാണെന്ന് തീർച്ചയായും എനിക്കറിഞ്ഞുകൂടെ. തുടർന്ന് ഷിമെയിയോട് രാജാവ് പറഞ്ഞു, നീ മരിക്കുകയില്ല. രാജാവ് അവനോട് ശപഥം ചെയ്തു. സാവൂളിൻ്റെ പുത്രൻ മെഫിബോഷത്ത് രാജാവിനെ എതിരേൽക്കാൻ ഇറങ്ങി വന്നു. രാജാവ് പോയ ദിനം മുതൽ സുരക്ഷിതനായി എത്തിയ ദിനം വരെ അയാൾ തൻ്റെ പാദങ്ങൾ ശുശ്രൂഷിക്കുകയോ മീശ ഒതുക്കുകയോ വസ്ത്രങ്ങൾ അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. രാജാവിനെ എതിരേൽക്കാൻ അയാൾ ജെറൂസലേമിൽ നിന്ന് എത്തിയപ്പോൾ രാജാവ് അയാളോട് ചോദിച്ചു, മെഫിബോഷത്ത്, നീ എന്നോടൊപ്പം യാത്രയാകാഞ്ഞതെന്ത്? അവൻ പറഞ്ഞു, യജമാനായ രാജാവേ, എൻ്റെ ദാസൻ എന്നെ ചതിച്ചു. നിൻ്റെ ദാസൻ മുടന്തനായതിനാൽ ഞാൻ എനിക്കായി കഴുതയെ ജീനിയിട്ട് അതിന്മേൽ സവാരി ചെയ്ത് രാജാവിനോടൊപ്പം സഞ്ചരിക്കട്ടെ എന്ന് നിൻ്റെ ദാസൻ നിശ്ചയമായും പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ യജമാനായ രാജാവിൻ്റെ പക്കൽ അടിയനെപ്പറ്റി അവൻ ഏഷണി പറഞ്ഞു. എൻ്റെ യജമാനായ രാജാവ് ദൈവദൂതനെ പോലെയാണ്. അതിനാൽ നിൻ്റെ ദൃഷ്ടികളിൽ ഉചിതമായത് ചെയ്യുക. എന്തെന്നാൽ എൻ്റെ പിതൃഭവനം മുഴുവൻ എൻ്റെ യജമാനായ രാജാവിനെ സംബന്ധിച്ച് മരണാർഹരായ അല്ലാതെ മറ്റൊന്നും ആകുമായിരുന്നില്ല. എന്നിട്ടും നിൻ്റെ ദാസനെ നിൻ്റെ മേശയിൽ ഭക്ഷിക്കുന്നവർക്കിടയിൽ നീ ഉൾക്കൊള്ളിച്ചു. തുടർന്നും രാജാവിനോട് കേണപേക്ഷിക്കാൻ എനിക്ക് ന്യായമായി ഇനി എന്താണുള്ളത്? രാജാവ് അവനോട് പറഞ്ഞു, നീ ഇനിയും നിൻ്റെ വാദങ്ങൾ എന്തിനു നിരത്തുന്നു? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീയും സീബായും വയൽ പങ്കിടണം. മെഫിബോഷത്ത് രാജാവിനോട് പറഞ്ഞു, തൻ്റെ മാളികയിൽ എൻ്റെ യജമാനായ രാജാവ് സമാധാനത്തിൽ വന്നെത്തിക്കഴിഞ്ഞിരിക്കെ എല്ലാം തന്നെ അവൻ എടുത്തുകൊള്ളട്ടെ. ഗിലിയാദുകാരനായ ബർസില്ലായി റൊഗലിമിൽ നിന്ന് ഇറങ്ങി വന്ന് രാജാവിനെ ജോർദാനിലൂടെ യാത്രയാക്കാനായി അവനോടൊപ്പം ജോർദാൻ കടന്നു. ബർസില്ലായി 80 വയസ്സുകാരനായ പടുവൃദ്ധനായിരുന്നു. ഏറെ മാന്യനായിരുന്ന അവനാണ് രാജാവിന് അദ്ദേഹത്തിൻ്റെ മഹനീമിലെ വാസകാലത്ത് വേണ്ടതെല്ലാം നൽകിയിരുന്നത്. രാജാവ് ബർസില്ലായോട് പറഞ്ഞു, എന്നോടുകൂടെ അക്കരെ കടക്കുക.
ഞാൻ നിന്നെ ജെറൂസലേമിൽ എന്നോടൊപ്പം തീറ്റിപ്പോറ്റിക്കൊള്ളാം. ബർസില്ലായി രാജാവിനോട് പറഞ്ഞു, ഞാൻ രാജാവിനോട് കൂടി ജെറൂസലേമിലേക്ക് കയറാൻ എൻ്റെ ആയുഷ്കാലം എത്രമാത്രം? ഞാനിന്ന് 80 വയസ്സുകാരനാണ്. നല്ലതും ചീത്തയും തമ്മിൽ എനിക്ക് തിരിച്ചറിയാനാകുമോ? അല്ലെങ്കിൽ നിൻ്റെ ദാസൻ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും രുചി നോക്കിയിട്ടാണോ? അഥവാ ഗായകന്മാരുടെ സ്വരം ഇനിയും ഞാൻ ആസ്വദിക്കുമോ? എന്തിന് എൻ്റെ യജമാനായ രാജാവിന് നിൻ്റെ ദാസൻ ഇനിയൊരു ഭാരമായി തീരണം? നിൻ്റെ ദാസൻ രാജാവിനോടൊപ്പം ജോർദാൻ കുറച്ചു നേരം കടക്കുന്നതിൻ്റെ പേരിൽ രാജാവ് എന്തിന് ഈ പ്രതിഫലം എനിക്ക് സമ്മാനിക്കണം? നിൻ്റെ ദാസനായ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരുടെ കല്ലറയുൾപ്പെട്ട എൻ്റെ പട്ടണത്തിൽ മരിക്കേണ്ടതിനായി നിൻ്റെ ദാസൻ മടങ്ങട്ടെ. എന്നാൽ ഇതാ നിൻ്റെ ദാസൻ കിംഹാം, അവൻ എൻ്റെ യജമാനായ രാജാവിനൊപ്പം അക്കരെ കടക്കും. നിൻ്റെ ദൃഷ്ടികളിൽ ഉചിതമായത് അവന് ചെയ്തു കൊടുക്കുക. രാജാവ് പ്രതിവചിച്ചു, അതെ, കിംഹാം എന്നോടുകൂടെ അക്കരെ കടക്കട്ടെ. നിൻ്റെ ദൃഷ്ടികളിൽ ഉചിതമായത് ഞാൻ അവന് ചെയ്തു കൊടുക്കും. നീ എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ജനം മുഴുവൻ ജോർദാൻ കടന്നു, രാജാവും കടന്നു. രാജാവ് ബർസില്ലായിയെ ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അവൻ തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി. രാജാവ് ഗിൽഗാലിലേക്ക് മുന്നോട്ട് പോയി. കിംഹാം അവനോടൊപ്പം കടന്നു. യൂദാജനം മുഴുവനും രാജാവിനോടൊപ്പം കടന്നു, കൂടാതെ ഇസ്രായേൽ ജനത്തിൻ്റെ പകുതിയും. അപ്പോഴിതാ രാജാവിൻ്റെ പക്കൽ ഇസ്രായേൽ പൗരഗണം മുഴുവൻ വരുന്നു. അവർ രാജാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സഹോദരന്മാരായ യൂദാ പൗരഗണം നിന്നെ അപഹരിച്ചത്? രാജാവിനെയും അവൻ്റെ കുടുംബത്തെയും അവനോടൊപ്പം ദാവീദിൻ്റെ എല്ലാ ആളുകളെയും അവർ ജോർദാൻ കടത്തിയത് എന്തിന്? യൂദായിലെ ഓരോ പൗരനും ഇസ്രായേൽ പൗരനോട് പ്രത്യുത്തരിച്ചു, രാജാവ് എനിക്ക് അടുത്തയാളായതുകൊണ്ട് ഇക്കാര്യത്തെ ചൊല്ലി നീ ക്ഷോഭിക്കുന്നത് എന്തിന്? രാജാവിൽ നിന്നാണോ ഞങ്ങൾ മതിവരെ തിന്നുന്നത്? അഥവാ ഞങ്ങൾക്ക് വാരിക്കോരി നൽകപ്പെട്ടിട്ടുണ്ടോ? ഇസ്രായേൽ പൗരൻ യൂദാ പൗരനോട് മറുപടിയായി പറഞ്ഞു, രാജാവിൽ എനിക്ക് 10 പങ്കുണ്ട്. ദാവീദിലും ഞാൻ നിന്നേക്കാൾ മുമ്പിലാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നീ എന്നെ അവഹേളിക്കുന്നത്? എൻ്റെ രാജാവിനെ തിരികെ വരുത്തുന്നതിനുള്ള എൻ്റെ ആദ്യ പ്രസ്താവന എനിക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ. എന്നാൽ യൂദാ പൗരൻ്റെ വാക്ക് ഇസ്രായേൽ പൗരൻ്റെ വാക്കിനേക്കാൾ കഠിനതരമായിരുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 24-ാം അധ്യായം. പുരോഹിത ഗണങ്ങൾ. അഹ്റോന്യർ തങ്ങളുടെ ഗണമനുസരിച്ച് അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരായിരുന്നു. നാദാബും അബീഹുവും തങ്ങളുടെ പിതാവിന് മുമ്പേ മരിച്ചു. അവർക്ക് പുത്രന്മാരുണ്ടായിരുന്നില്ല. എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി. ദാവീദ് എലയാസറിൽ നിന്നുള്ള സാദോക്കിനോടും ഇത്താമരിൽ നിന്നുള്ള അഹിമലേക്കിനോടും ചേർന്ന് അവരെ തങ്ങളുടെ ശുശ്രൂഷയുടെ ചുമതലകളനുസരിച്ച് തിരിച്ചു. ധീരരായ തലവന്മാർ ഇത്താമര്യരിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എലയാസരിൽ നിന്ന് ഉണ്ടെന്ന് അവർ കണ്ടെത്തി. പിതൃകുടുംബമനുസരിച്ച് എലയാസര്യരുടെ തലവന്മാരെ 16ഉം തങ്ങളുടെ പിതൃകുടുംബമനുസരിച്ച് ഇത്താമ്യരെ 8ഉമായി അവർ തിരിച്ചു. എലയാസര്യരിലും ഇത്താമര്യരിൽ നിന്നും വിശുദ്ധ സ്ഥലത്തിൻ്റെ നേതാക്കന്മാരും ദൈവത്തിൻ്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരിച്ചത്. രാജാവ് നേതാക്കന്മാർ പുരോഹിതനായ സാദോക്ക്, അബിയാഥറിൻ്റെ മകൻ അഹിമലേക്ക്, പുരോഹിതന്മാരുടെയും ലേവായരുടെയും പിതൃതലവന്മാർ എന്നിവരുടെ മുമ്പാകെ നെത്താനേലിൻ്റെ പുത്രൻ ലേവായരിൽ നിന്നുള്ള എഴുത്തുകാരനായ ഷെമായ, എലയാസറിന് കിട്ടിയത്, ഇത്താമറിന് കിട്ടിയത് എന്നിങ്ങനെ പിതൃഭവനം ഓരോന്നിനും രേഖപ്പെടുത്തി. നറുക്ക് വീണതനുസരിച്ച് 1-ാമൻ യഹോയാറിഖ്, 2-ാമൻ യദയ, 3-ാമൻ ഹരീം, 4-ാമൻ സെവോരിം, 5-ാമൻ മൽക്കിയ, 6-ാമൻ മിയാമിൻ, 7-ാമൻ ഹാക്കോസ്, 8-ാമൻ അബിയ, 9-ാമൻ യഷൂവ, 10-ാമൻ ഷെക്കനിയ, 11-ാമൻ എലിയാഷീബ്, 12-ാമൻ യാക്കീം, 13-ാമൻ ഹൂപ്പ, 14-ാമൻ യഷബയാവ്, 15-ാമൻ ബിൽഗ, 16-ാമൻ ഇമ്മർ, 17-ാമൻ ഹെസിർ, 18-ാമൻ ഹപ്പിസസ്, 19-ാമൻ പെത്താഹിയ, 20-ാമൻ യഹസ്ഹേൽ, 21-ാമൻ യാക്കിൻ,
22-ാമൻ ഗമൂൽ, 23-ാമൻ ദലയ, 24-ാമൻ മാസിയ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് തങ്ങളുടെ പിതാവായ അഹ്റോൻ്റെ നിശ്ചയപ്രകാരം കർത്താവിൻ്റെ ആലയത്തിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ തങ്ങളുടെ ക്രമമനുസരിച്ച് അവർ വരേണ്ടിയിരുന്നു. ലേവ്യരിൽ ശേഷിച്ചവർ അമ്രാമിൻ്റെ പുത്രന്മാരിൽ ഷുവായേൽ, ഷുവായേലിൻ്റെ പുത്രന്മാരിൽ യഹ്ദയ. റഹാബിയെ സംബന്ധിച്ച് റഹാബിയായുടെ പുത്രന്മാരിൽ ഒന്നാമൻ ഇഷിയ. ഇസ്ഹാര്യരിൽ ഷലോമത്ത്, ഷലോമത്തിൻ്റെ പുത്രന്മാരിൽ യാഹത്തും അവൻ്റെ പുത്രൻ എറിയായും. 2-ാമൻ അമരിയാം, 3-ാമൻ യഹസിയേൽ, 4-ാമൻ യക്കാമയാം. ഉസിയാലിൻ്റെ പുത്രന്മാർ മിഹ, മിഹായുടെ പുത്രന്മാരിൽ ഷമീർ, മിഹായുടെ സഹോദരൻ ഇഷിയ. ഇഷിയായുടെ പുത്രന്മാരിൽ സഹറിയ. മൊറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി, അവൻ്റെ പുത്രൻ യാഷിയ. തൻ്റെ പുത്രനായ യാസിയായിലൂടെയുള്ള മെറാറിയുടെ പുത്രന്മാർ ഷോഹാം, സക്കൂർ, ഇംബ്രി. മഹ്ലിയുടെ പുത്രൻ എലയാസർ, അവന് പുത്രന്മാരില്ലായിരുന്നു. കിഷിനെ സംബന്ധിച്ച് കിഷിൻ്റെ പുത്രൻ യറഹ്മേൽ. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, യദർ, എറിമോത്ത്. ലേവി പുത്രന്മാർ തങ്ങളുടെ പിതൃഭവനം അനുസരിച്ച് ഇവരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാരായ അഹ്റോൻ്റെ പുത്രന്മാരെ പോലെ ഇവരും ദാവീദ് രാജാവിൻ്റെയും സാദോക്കിൻ്റെയും അഹിമലേക്കിൻ്റെയും പുരോഹിതന്മാരുടെയും ലേവാരുടെയും പിതൃതലവന്മാരുടെയും മുമ്പിൽ പിതൃതലവന്മാരും ചെറിയവരും എന്ന ഭേദമന്യേ നറുക്കിട്ടു. സങ്കീർത്തനങ്ങൾ 38. രോഗിയുടെ രോദനം. ദാവീദിൻ്റെ കീർത്തനം അനുസ്മരണി. കർത്താവെ, അങ്ങയുടെ രോക്ഷത്തിൽ എന്നെ ശകാരിക്കരുത്, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശാസിക്കരുത്. എന്തെന്നാൽ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞിറങ്ങിയിരിക്കുന്നു, അങ്ങയുടെ കൈ എൻ്റെ മേൽ ആഞ്ഞു പതിച്ചിരിക്കുന്നു. അങ്ങയുടെ അമർഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വൈര്യമില്ല, എൻ്റെ പാപം മൂലം എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്തെന്നാൽ എൻ്റെ അപരാധങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ എത്തിയിരിക്കുന്നു, ഭാരമേറിയ ചുമടുപോലെ അവ എനിക്ക് ദുർവഹമായിരിക്കുന്നു. എൻ്റെ പോഷത്വം മൂലം എൻ്റെ മുറിവുകൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞ് തീരെ നിലം പറ്റി, ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിഞ്ഞുകൂടുന്നു. എന്തെന്നാൽ എൻ്റെ അരക്കെട്ട് ജ്വരപൂരിതമായിരിക്കുന്നു, എൻ്റെ ശരീരത്തിൽ സ്വൈര്യമില്ല, ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ അലമുറയിടുന്നു. നാഥ, എൻ്റെ അഭിലാഷം മുഴുവനും അങ്ങയുടെ മുമ്പിലുണ്ടല്ലോ. എൻ്റെ തേങ്ങൽ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ശക്തി എന്നെ വിട്ടുപോകുന്നു. എൻ്റെ കണ്ണുകളുടെ പ്രകാശം അതുപോലും എന്നോടൊപ്പമില്ല. എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരും എൻ്റെ വ്യാധിക്ക് മുമ്പിൽ അകന്നു നിൽക്കുന്നു. എൻ്റെ ഉറ്റവർ ദൂരെ മാറി നിൽക്കുന്നു. എൻ്റെ ജീവൻ വേട്ടയാടുന്നവർ കെണിയൊരുക്കുന്നു. എൻ്റെ തിന്മ കാക്ഷിക്കുന്നവർ വിനാശകാര്യങ്ങൾ സംസാരിക്കുന്നു. അവർ ദിവസം മുഴുവൻ വഞ്ചന നനയ്ക്കുന്നു. എന്നാൽ ഞാൻ കേൾക്കാത്ത ബദിറിനെ പോലെയും വായു തുറക്കാത്ത മൂകനെ പോലെയുമാണ്. കേൾക്കാത്തവനും അധരത്തിൽ വാദങ്ങളില്ലാത്തവനുമായ ഒരുവനെ പോലെയാണ് ഞാൻ. കർത്താവെ, തീർച്ചയായും അങ്ങയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ നാഥ, അങ്ങാണ് ഉത്തരമരുളുന്നത്. അവർ എന്നെ പ്രതി സന്തോഷിക്കാതിരിക്കാനാണല്ലോ ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ കാൽ വഴുതുമ്പോഴാണ് അവർ എൻ്റെ മേൽ ശക്തരാകുന്നത്. എന്നാൽ ഞാൻ വീഴാറായിരിക്കുന്നു. എൻ്റെ മുറിവ് സദാ എൻ്റെ മുമ്പിലുണ്ട്. തീർച്ചയായും ഞാൻ എൻ്റെ അപരാധം പ്രഖ്യാപിക്കുന്നു. എൻ്റെ പാപം മൂലം ഞാൻ കലുഷിതനാണ്. എൻ്റെ ശത്രുക്കൾ ജീവസുറ്റവരാണ്, ശക്തരാണ്. കാപട്യക്കാരായ എൻ്റെ വിദ്വേഷകർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിഞ്ചെല്ലുന്നതിന് പകരമായി നന്മയ്ക്ക് പകരം തിന്മ സമ്മാനിക്കുന്നവർ എന്നോട് എതിരിടുന്നു. കർത്താവെ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയായ നാഥ, എൻ്റെ സഹായത്തിന് തിടുക്കം കൂട്ടണമേ.